അയ്യോ രാജേഷ്, ഇവിടെ ഇരിക്കാണ് അമ്മ. ഇവിടെ വിൻചേട്ടൻ എന്തൊക്കെയുണ്ട്? രാജി, ഇത് നമ്മുടെ ബോർവെൽ ഉണ്ടാക്കിയതാ. ചേട്ടാ വന്നേ. നിങ്ങളിപ്പോ വന്ന് നന്നായി. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ബാങ്കിൽ പോണേ. 5 മാസമായിട്ട് ഈ വീടിന്റെ ലോൺ അടച്ചിട്ടില്ല. അല്ല രമേശൻ വിചാരിച്ച എന്റെ വിൻചേട്ടാ പറയുമ്പോ ചേട്ടൻ ഗൾഫിലാണ്. പക്ഷെ കിട്ടണ കാശ് അവിടത്തെ ചെലവിന് തന്നെ തികയണില്ലെന്നേ. എന്റെ സ്വർണ്ണാണെങ്കി മൊത്തം പണയത്തിലാ. അല്ലെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ലോൺ അടയ്ക്കായിരുന്നേ. കഷ്ടം. എടാ ഞാൻ വീട്ടിലേക്ക് വരാതിരിക്കുന്നായിരുന്നു. നിന്റെ കാശ് എന്തെങ്കിലും ഇരിക്കണ്ടോന്ന് അറിയാൻ. ഒന്ന് മറിച്ചാ മതി, ഞാൻ തിരിച്ചു തരാം. ഞങ്ങളെന്നാ പിന്നെ ഇറങ്ങട്ടെ. അല്ലടാ ചായ കുടിച്ചിട്ട് പോവാം. അത് വേണ്ടടി. പിന്നെ 2 മാസം മുന്നേ നീ പറഞ്ഞത് സ്വർണം വിറ്റെന്ന. ഇപ്പൊ പറഞ്ഞപ്പോ അത് പണയത്തിലേ. നീ അടുത്ത തവണ പറയുമ്പോഴേ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറ. അല്ലെങ്കിലേ നീ നോണ പറയുകയാണെന്ന് വിചാരിക്കും. അതിലും വലുതാ. ഞാൻ പറയണ പോലെ പറയണം. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചൊല്ലൊന്നും ഇല്ലേ? ചൊല്ലോ എടോ, ഇതൊരു മന്ത്രമാണ്. എന്നാലും പറയാൻ ഇച്ചിരി പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞോളാം, ശ്രദ്ധിച്ചിരുന്നാ മതി. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ അമക നക്ഷത്രരാശിയെ പരേതസ്യ മമ മാതൃപ്രേത ആദ്യ കർമ്മം നമ. മരിച്ച ആളാരാണ്? കൊച്ചച്ഛനെ മനസ്സിൽ വിചാരിച്ച് ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ പുഷ്പം പിണ്ടത്തിൽ അർപ്പിക്കുക. രാജേഷിന്റെ പെങ്ങളാണ് രാജി. ഓസ്കാർ ആയിട്ടോട്ടാ. എന്താണ് ആക്ടിങ് ഉണ്ടല്ലോ, ആക്ടിങ്. ഇന്നലെ ഉച്ചയ്ക്ക് അറിയിച്ചിട്ട് ഇപ്പോഴാണ് വന്നത്. കാരണം എന്താണെന്ന് അറിയോ? പൈസയൊക്കെ പേടിച്ചിട്ട്. ചേച്ചി ഇപ്പൊ തന്നെ വൈകി, ഞാൻ പിന്നെ വരാട്ടാ. ഇനി ചടങ്ങുകളൊന്നും ബാക്കിയില്ലല്ലോ? ഇല്ല. മോളെ അപ്പുറത്തെ വീട്ടിലാക്കിട്ടാ വന്നേക്കണേ. ഞാൻ എന്നാ പൊക്കോട്ടെ. ശരി ചേച്ചി. ഷെങ്ങും തെരേസയൊക്കെ എവിടെ? തെരേസ ഷെങ്ങിനോട് എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞിട്ടാണ്. ചൈനക്കാരി എന്നാ പോണെന്നറിയണ്ടേ. തെരേസയോട് ഒന്ന് നൈസായിട്ട് ചോദിക്കാൻ പറഞ്ഞു. മോശമല്ലേ വെഞ്ചേട്ടാ, ഇത്രയും ദൂരം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നിട്ട് എപ്പോഴാ പോണെന്നൊക്കെ ചോദിക്കുന്നത്. അവളൊരാഴ്ച കഴിയുമ്പോൾ പോയിക്കോളും. അതിപ്പം പോയില്ലെങ്കിലാ? പോയില്ലെങ്കിൽ അപ്പൊ ചോദിച്ചാ പോരെ? അതിപ്പോ ചോദിച്ചോളൂ. ആക്കം റെഡിയാക്കാടാ. രാജേഷ് എല്ലാം പോയടാ. എന്താ പറ്റിയേ? എന്റെ നല്ല കാലത്തൊന്നും ഞാൻ നിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിന്നെ ഞാൻ സഹായിച്ചിട്ടുമില്ല. എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ ചെയ്തത് തെറ്റാ. നീ കാര്യം പറ രാജി. ഇല്ലടാ, ഞാൻ ചെയ്ത തെറ്റോർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നീ വന്നേ, നീ അവിടെ ഇരുന്നേ. ഇവിടെ ഇരിക്കും. വെള്ളം ഉണ്ടെങ്കിൽ കുടിക്കായിരുന്നു. എടാ രാജേഷ്, പണ്ട് നമ്മൾ എങ്ങനെ കഴിഞ്ഞിരുന്നതാടാ. അമ്മയെ കാണാൻ നീ കരഞ്ഞോണ്ടിരുന്നപ്പോ ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? എന്റെ കല്യാണം നടത്താൻ വേണ്ടിട്ട് ലോൺ എടുത്തിട്ട് അതടയ്ക്കാൻ പറ്റാൻ എപ്പോഴും രമേശ് ഏട്ടൻ പറയും. പറച്ചില് മാത്രമേ ഉള്ളൂ.
എന്റെ പൊന്ന് രാജി, നീ പഴയ കഥയൊക്കെ പറയാണ്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. രമേശ് ചേട്ടൻ ജയിലില്ല. ജയിലില്ല? എന്തിനു? അത് എന്തോ പൈസ തട്ടിപ്പിന്റെ കേസാ. ദൈവമേ, അറബീനെ തല്ലിന്നോ? അറബീനെയൊക്കെ ആരേലും തല്ലുവോ? 15 ലക്ഷം രൂപ കൊടുത്താലേ പുറത്തിറക്കാൻ പറ്റുള്ളൂന്നാ പറയണേ. ഞാൻ ആരോടാ ചോദിക്കണേ? എനിക്ക് ആരുമില്ലേ. സത്യമായിട്ട് പൈസ കിട്ടിയില്ലേ കൊച്ചിന് വിഷം കൊടുത്തിട്ട് ഞാനും ചാവും. രാജി, നീ കരയല്ലേ? നമുക്ക് വഴിയുണ്ടാക്കാം. നീ കരച്ചിൽ നിർത്ത്. കണ്ണിലേക്ക് നോക്കി. എന്റെ രമേശ് ചേട്ടൻ ഇപ്പൊ ജയിലില്ല. അയ്യോ രമേശ് ചേട്ടാ. ഇത് പിടി. 8 ലക്ഷം രൂപ ഉണ്ട്. എന്താന്ന് വെച്ചാ ചെയ്. അപ്പൊ ബാക്കി എന്നാ പിന്നെ ബാക്കി കൂടെ ഉണ്ടാക്കിയിട്ട് തരാം. അതുവരെ രമേശ് ജയിലിൽ കിടക്കട്ടെ. പിന്നെ അല്ലാതെ ബാക്കി ഞാൻ എന്റെ സ്വർണം വിറ്റിട്ട് കൊടുത്തോളാം.